ദൈവം ഓരോരുത്തർക്കും ജന്മം കൊടുത്തിരിക്കുന്നത് ഓരോരോ ലക്ഷ്യം നടപ്പാക്കാനാണ്. നിന്റെ ലക്ഷ്യം രാഷ്ട്ര സേവനമാണ്, കളങ്കരഹിതമായ രാഷ്ട്ര സേവനം. സാർ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അതിനൊന്നിനും കഴിവുള്ളവനല്ല. നിന്റെ കഴിവും പ്രതിഭയും നീ തിരിച്ചറിയുന്നില്ല, പക്ഷേ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇതെന്റെ ഉത്തരവാ, ഒരു മകനോടെന്ന പോലെ സ്നേഹത്തിൽ പറയുന്ന ഉത്തരവ്. നീ അതനുസരിക്കണം. കാരണം നീ ഞാൻ തന്നെയാണ്. ഓർമ്മകളിങ്ങനെ മനസ്സിലേക്ക് തികട്ടി വരികയാണല്ലോ സാറേ. പ്രതാപൻ പ്രതാപവർമ്മയായതും രാഷ്ട്രീയക്കാരനായതും മന്ത്രിയായതും ഇന്നീ കാണുന്ന ഞാനായതൊക്കെ ഇവിടെ നിന്നല്ലേ വേണുട്ടാ. മോള് മുന്നോട്ട് വരൂ. മുത്തശ്ശന് വേണ്ടി ക്ഷേത്രത്തിൽ എല്ലാ വഴിപാടുകളും പൂജകളും നടത്തിയിട്ടുണ്ട്. യശശരീരനായതുകൊണ്ട് ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മോള് പ്രാർത്ഥിച്ചോളൂ. ഈ വർമ്മ സാറും അച്ഛനും ഒക്കെ ഇവിടത്തുകാരായിരുന്നല്ലേ? ഇവിടത്തുകാരല്ല, ഇവിടെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ വലിയ മനുഷ്യൻ ഇവരെയൊക്കെ വളർത്തിയേ. ഈ വേണു അച്ഛൻ എത്ര സത്യസന്ധനാ, എന്നിട്ട് ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുന്നല്ലേ. കള്ളത്തരം അറിയായിരുന്നെങ്കില് എത്ര വീടുകൾ അടിച്ചേർക്കായിരുന്നല്ലേ. എന്ത് ധൈര്യത്തിലാടി നീ സൂര്യമംഗലത്തേക്ക് കയറി വന്നത്? അധികാരമാണ് എനിക്കും വേണ്ടത്. എല്ലാത്തിനെയും ഭരിക്കാനുള്ള അധികാരം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനും ജയിച്ച് മന്ത്രിയാകാനും ആയിരുന്നു എന്റെ മോഹം. ആ അവസരം അയാൾ എനിക്ക് തന്നില്ല. പകരം അതെല്ലാം പ്രതാപന് കൊടുത്തു. ഞാനിതിന് പക വീട്ടും. പ്രതാപന്റെ ജീവിതം ഞാൻ തകർക്കും. ആരാത്? കേറി വരൂ. ഞാനാണ് സർ, അംബിക. ഓ, അംബികയോ? അല്ല, എന്താ ഇത്? ജ്യൂസാ. ഓ, തരൂ.
എനിക്ക് ചില പരിഭവങ്ങളും പരാതികളും ഉണ്ട് സാർ. എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകളാണ് അംബിക. അതിലുപരി എന്റെ മാനസപുത്രൻ പ്രതാപന്റെ സഹോദരി. എന്താണ് അംബികയുടെ പരാതി? കേക്കട്ടെ. എന്റെ മനസ്സ് സാർ അറിയാതെ പോയി. എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സാർ തിരക്കിയതുമില്ല. അംബിക എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിനെ പലതും മനസ്സിലാവില്ല. അത് തന്നെ എന്റെ പരാതിയും. എന്റെ ആഗ്രഹം ഒരു രാഷ്ട്രീയക്കാരി ആകണമെന്നായിരുന്നു. എ വെൽ നോൺ പൊളിറ്റീഷ്യൻ. അതാണോ പരാതിയും പരിഭവവും? അതിനുള്ള കഴിവും ത്യാഗസന്നദ്ധയൊക്കെ ഉണ്ടെങ്കിൽ അംബികയ്ക്ക് ആവുമല്ലോ. ആയിക്കോ. മഹാദേവവർമ്മ സാറിന്റെ പിൻഗാമിയാവാനാ ഞാൻ ആഗ്രഹിച്ചത്. എന്താ പിൻഗാമിയോ? എന്താ നീ പറയുന്നേ? ഈ നിയോജക മണ്ഡലത്തിൽ സാറ് സീറ്റ് തന്ന് എന്നെ മത്സരിപ്പിക്കുമെന്നും എന്നെ ജയിപ്പിക്കുമെന്നും ഞാൻ കരുതി. ജയിച്ച ഞാൻ മന്ത്രിയാവുമല്ലോ. എന്റെ ആ ആഗ്രഹമാ താങ്കൾ തല്ലിക്കെടുത്തിയത്. പകരം പ്രതാപന് എല്ലാം അങ്ങ് കൊടുത്തു. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടീ, എന്താ ഇത് പറഞ്ഞേ? നിനക്ക് MLA മന്ത്രിയാവണം. പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത, മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കാത്ത നിനക്ക് നാട് ഭരിക്കണം അല്ലടി? പ്രതാപന്റെ പെങ്ങളായതുകൊണ്ടും എന്റെ സുഹൃത്തിന്റെ മകളായതുകൊണ്ടും ഞാൻ ക്ഷമിക്കുന്നു. ഗെറ്റ് ഔട്ട്. നീ എന്നെ ഗെറ്റൗട്ട് അടിക്കുന്നോടാ? നിന്നെ ഞാൻ കൊന്നിട്ട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോവൂ. നന്ദി കെട്ടോളെ. എന്താടാ മഹാദേവ, നിന്റെ കൈ അനങ്ങുന്നില്ലേ? ഇനി നിന്റെ നാക്കും ചലിക്കില്ല. തന്റെ സപ്ത നാടികളും ഇനി കുറച്ചു നേരത്തേക്ക് ചലിക്കില്ല. കൊല്ലുവെന്ന് പറഞ്ഞാ ഈ അംബികാവർമ്മ കൊല്ലുവടാ. കൊല്ലുവടാ. ജീവിച്ചിരുന്നപ്പോ ഇയാൾക്ക് എന്റെ നേരെ ഒരു വിരൽ അനക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാ ഇപ്പോ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടപ്പാക്കും. ഈ ആഗ്രഹവും ഞാൻ നടപ്പാക്കും. എന്താ മേഡം? ഒന്നുമില്ല. വർമ്മ സാറിന്റെ ചെറിയൊരു അനുസ്മരണ പ്രസംഗം, അതിനുശേഷം അന്നദാനം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മഹാനായ മഹാദേവവർമ്മ സാറിനെ കുറിച്ച് ഓർക്കാനാണ്. സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദിവസം അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആകുമായിരുന്നു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്നു മഹാദേവവർമ്മ സാർ. ഒരിക്കൽ പോലും ഒരു സ്വാർത്ഥതയും കാണിക്കാത്ത ദേശസ്നേഹിയായ ഒരു മനുഷ്യസ്നേഹി. പൊതുജന സേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കേരളം കണ്ട ഏറ്റവും നല്ല MLA-യും മന്ത്രിയുമായിരുന്നു അദ്ദേഹം. ഞാനും മഹാദേവവർമ്മ സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ രാഷ്ട്രീയ ഗുരു മാത്രമല്ല, എന്റെ എല്ലാമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ശ്രീമതി സരസ്വതി വർമ്മ
ഇന്ന് എന്റെ മകളുടെ അമ്മമ്മയും എന്റെ അമ്മയായും ഞങ്ങളുടെ ഒപ്പമുണ്ട്. സന്തോഷം. മഹാദേവ വർമ്മ സാറിന്റെ ജീവനുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ സംസാരം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി. ഇനി എല്ലാവർക്കും അന്നദാനത്തിലേക്ക് കടക്കാം. എടാ ജയ, ദൈവമേ, നിങ്ങൾക്ക് പോത്തറച്ചിട്ട് വേണമായിരിക്കും. എന്താ? എടാ ഈ തൊട്ടടുത്ത് കാടല്ലേ? കൊടുങ്കാടാ. എന്താ വനവാസത്തിന് പോണോ? ഇതിനകത്ത് മാനും മ്ലാവും കാട്ടുപന്നിയൊക്കെ കാണത്തില്ലേ? അത് മാത്രമല്ല, കാട്ടുപോത്ത്, കരടി, പുലി, കടുവ, ആന, നിങ്ങളുടെ രൂപത്തിലുള്ള കാട്ടുകുരങ്ങ് വരെയുണ്ട്. പിന്നെ എനിക്കൊരു മോഹം. കാട്ടുപോത്തിന്റെ ഇറച്ചി കിട്ടുമോ? എനിക്കൊരു 2 കിലോ കൊണ്ടുപോവാൻ. അപ്പുറത്ത് ഫോറസ്റ്റുകാർ നിൽപ്പുണ്ട്. ഈ കാര്യം അവരോടൊന്ന് മിണ്ടിയാ മതി. അവര് തരുമല്ലേ? ഇല്ല, അവര് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. എടാ ജയ, മോശം പിടിച്ച തൊള്ള. എടാ, എനിക്ക് കിടപ്പാടോ വീടോ ഒന്നുമില്ലായിരുന്നു. ഒരിക്കല് ഞാൻ ഈ വർമ്മ സാറിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരപേക്ഷ കൊടുത്തു. അടുത്ത ആഴ്ച ഇവിടുത്തെ MLA എന്നെ കാണാനും വന്നു. എനിക്ക് നല്ല ഒന്നാന്തരം ഒരു വാർത്ത വീട് കിട്ടി. ഈ വർമ്മ സാറാ അത് ചെയ്തു തന്നെ. ജീവിച്ചിരിപ്പില്ലാന്ന് വിശ്വസിക്കാനേ തോന്നണില്ല. ഇപ്പോഴും ചാരുകസേരിങ്ങനെ ഇരിക്കുകയാണെന്നാ എനിക്ക് തോന്നണത്. വേണുവേട്ടന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹമായിരുന്നു. സാർ ഇവിടെ ഉള്ളപ്പോ ഈ മുറ്റത്തൊരു സമ്മേളനത്തിലുള്ള ആളുണ്ടാവും എപ്പോഴും. അപ്പൊ ഇതല്ലേ അവരുടെ ഒറിജിനൽ കോവിലകം? അത് വലിയ കൊട്ടാരം കൊച്ചിയില. സാറിന് വനഭംഗി വലിയ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തതായത്. പിന്നെ പതുക്കെ പതുക്കെ നാട്ടുകാരിൽ ഒരാളായി, അവരുടെ നേതാവുമായി. സംശയങ്ങളോട് ചോദിക്കുന്നത് ഏട്ടാ, നമ്മളും മഹാദേവ വർമ്മ സാറും തമ്മില് വല്ല ബ്ലഡ് റിലേഷൻസ് ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. അച്ഛന്റെ നല്ല സുഹൃത്തായിരുന്നു, അത്രയേ ഉള്ളൂ. അമ്മ മരിച്ച് നമ്മുടെ കുടുംബം നശിച്ചപ്പോ തമിഴായത് മഹാദേവ വർമ്മ സാറാ. നമുക്ക് പോവാൻ വേണേട്ടാ. അയ്യോ, പോവാനോ? എവിടെ പോവാൻ? നമുക്കേ ഈ കാടും മേടും ഒക്കെ ഒന്ന് കറങ്ങി കാണണം. കാട്ടിലെ ഗുഹകളൊക്കെ ഉണ്ട്. അതിനകത്ത് കയറി 2 ദിവസം താമസിച്ചിട്ട് പോവാം. ഗുഹയ്ക്കകത്ത് ചെന്നാലേ കടുവ എടുത്തോണ്ടു പോകും. എന്റെ അടുത്തൊരു കടുവയെ വരത്തില്ല. അപ്പൊ ഞാൻ കിടുവയാകും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. എവിടെ പോകുന്നു? ഞാൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികള് ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. അതല്ല മാഡം, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? എവിടെ കഴിഞ്ഞു? പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. അതിഥികളെല്ലാം പുറത്താ. ഇതിനകത്തിപ്പോ നമ്മള് കുടുംബാംഗങ്ങൾ മാത്രം. അയ്യോ, പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെല്ലാം കുടുംബാംഗങ്ങളാണെന്ന്. ഞാനും പ്രതാപനും വേണുവും രാജുവും രാധമ്മയും അമ്മിണിയമ്മയും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ കുടുംബം. ഇങ്ങനെയുള്ളൊരു കുടുംബം എന്റെ ഭർത്താവിന്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ എല്ലാവരും ഒരുമിച്ച് വിളിച്ചത്
പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. അതായത് സൂര്യമംഗലം കോവിലകത്തിന്റെ സ്വത്തുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇവിടെ മാത്രല്ല എന്റെ കോവിലകത്തിന്റെ സ്വത്തുള്ളത്. അങ്ങ് കൊച്ചി മുതല് അതങ്ങ് പരന്നു കിടക്കുക. ദൈവമേ, ഒന്ന് രണ്ട് കൊട്ടാരം എനിക്ക് എഴുതി തന്നിരുന്നെങ്കിൽ. ഭർത്താവിന്റെ എന്റെ സ്വത്തുക്കള് ഇപ്പൊ എന്റെ പേരിൽ മാത്രമാ. വളരെ കുറച്ച് മാത്രം എന്റെ മകളുടെ പേരിലും. ഈ സ്വത്തുക്കളെല്ലാം എന്റെ മരുമകനായ പ്രതാപന്റെ പേരിലേക്ക് ഞാൻ കൈമാറാൻ പോവാ. അത് വേണ്ടമ്മേ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ആവശ്യത്തിലേറെ സ്വത്തുക്കള് ഈ കോവിലത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന സ്വത്തുക്കള് മരുമകനായ എനിക്ക് തരുന്നതിന് പകരം എന്റെ മരുമകനായ രാജുവിന് കൊടുക്കണമെന്നാ എന്റെ അപേക്ഷ. അല്ല, ഞാനത് പ്രതാപന് തന്നാലും പ്രതാപൻ അത് ഭാവിയില് മകൾക്കും മരുമകനും തന്നെ കൊടുക്കുമല്ലോ. ഏയ്, എനിക്ക് സ്വത്തൊന്നും വേണ്ട. അതിന് ഞാനൊരു അർഹനുമല്ല. നിനക്കും ഋതുമോൾക്കും മാത്രമാണ് അതിനുള്ള അർഹത. എന്റെ പൊന്ന് വർമ്മ സാറേ, ഈ സ്വത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ വലിയ തലവേദനയാ. എനിക്കതൊന്നും വേണ്ട. രാജു തർക്കിക്കൊന്നും വേണ്ട. എന്തു വേണമെന്നും എങ്ങനെ വേണമെന്നും അമ്മയ്ക്കറിയാം. അത് അമ്മ തീരുമാനിച്ചോളൂ. സാറേ, അപ്പോ അതങ്ങനെ തന്നെ. മറ്റു കാര്യങ്ങൾ പറയുന്നേ. മറ്റു കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ആർക്കും അവരവരുടെ വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കരുത്. ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ താമസിക്കണം. ഈ സൂര്യമംഗലം തറവാട്ടിൽ. കുറുപ്പേ, റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഉണ്ട് മേഡം. എന്നാ ഓരോരുത്തർക്കും അവരവരുടെ മുറികൾ കാണിച്ചു കൊടുക്കും. ഒരു വിശ്രമത്തിന് ശേഷം നമുക്ക് വീണ്ടും കൂടാം. എന്താ? അല്ല, നീ ഇവിടെ വന്നിരിക്കണ? ഇങ്ങോട്ട് വേടാ. വെള്ളത്തിലാണ് അടിക്കരുത്. എന്നെ പറ്റിക്കാൻ നോക്കിയാ നിന്റെ അന്ത്യകൂതാശയും ശവസംസ്കാരവും ഞാൻ ഒരുമിച്ച് നടത്തും. കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അവനൊരു നല്ല പുള്ളി ഇല്ല പുള്ള. നിങ്ങൾ ഉരുണ്ടുരുണ്ട് പോകാതെ കാര്യം എന്ന് വെച്ചാ പറ. എടാ, ഞാൻ ആ ലാപ്ടോപ്പ് മാനേജറെ വിളിച്ചു. അവരെ വിളിച്ചോ? എന്തിന്? ചുമ്മാ ഒരു തമാശക്ക്. അപ്പൊ അവര് പറഞ്ഞ് ഈ ആര്യാദേവി അറിയാതെ എന്റെ പൊന്നുമോന് അവരൊരു 10 ലക്ഷം രൂപ തന്നെന്ന്. നിങ്ങൾ എന്തിനാ തള്ളേ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ആഹാ, എടാ
എനിക്ക് ആവശ്യമുള്ള പണി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു നാഴി മറ്റൊരു നാഴികത്ത് കടക്കത്തില്ല. പിന്നെ ഒരു ചേഞ്ച് എക്സാമ്പിള്. ഇപ്പൊ നാഴി എവിടെ ഇരിക്കുന്നു? നിങ്ങൾക്ക് എങ്ങനെ അവരെ നമ്പർ കിട്ടി? നിങ്ങൾ എങ്ങനെ അവരെ വിളിച്ചു? അത് അന്നേ അവരുടെ വിസിറ്റിംഗ് കാർഡ് ഞാൻ അടിച്ചു മാറ്റി. കാരണം നീ വേലപണിയുടെ മേശരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാശടാ, 10 ലക്ഷത്തിൽ എന്റെ ഷെയർ അതിപ്പ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വർമ്മ സാറിനോട് പറയും. നീ പോലീസ് ജീപ്പിൽ കയറി ലോക്കപ്പിലേക്ക് പോകും. ഒരു മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ പോലെ ആണെങ്കിലും ഞാൻ നിങ്ങളുടെ മോനല്ലേ. എന്റെ ഷെയർ എടുക്കണ. കാശ് വീട്ടിലായിരിക്കുന്നേ. അവിടെ ചെന്ന ഉടനെ ഞാൻ എടുത്ത് തരാം. അവിടെ ചെല്ലുമ്പം ഞഞ്ഞാവിഞ്ഞാ പറഞ്ഞ നീ എന്നേക്കും അകത്താവും. തന്തേ തുള്ളിച്ചതുപോലെ നിന്നെ ഞാൻ തുള്ളിക്കും. എനിക്ക് വീട്ടിൽ പോണം, പോയേ പറ്റൂ. എന്താ രാധേ ഇത്? ആ, സരസ്വതി മാഡം പറഞ്ഞതല്ലേ, ഇന്നിവിടെ നിൽക്ക്, നമുക്ക് നാളെ പോകാം. എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഈ കോവിലകം കൊമ്പത്ത് കൊട്ടാനൊന്നും പിടിക്കില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇത് നിന്റെ മകന്റെ ഭാര്യയുടെ കോവിലകമാണ്. ആ മരുമകളെ ഞാൻ എന്റെ മകന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ ഈ വീട് അംഗീകരിക്കാൻ?